സന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൈവസന്നിധിയിൽ ഓടി വരുന്ന നമുക്ക് ശക്തിയേറിയ പ്രബോധനം ദൈവം നമുക്ക് നൽകുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുവാനായിട്ട്. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന നിങ്ങളെല്ലാം വാഗ്ദത്തത്തിൽ ദൈവം ഉറപ്പിക്കട്ടെ, നിത്യതയുടെ അവകാശികളാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 18-ാം സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. ഈ ഭാഗം 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1 തൊട്ട് വായിക്കുമ്പോൾ ആ 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ 51 വാക്യങ്ങൾ ഉണ്ട്. ഇതിനകത്ത് 18-ാം സങ്കീർത്തനത്തിൽ 50 വാക്യങ്ങളേ ഉള്ളൂ. എന്നാൽ ആല്യാസ്തോത്രം ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ൻ്റെ 1-ാം വാക്യമാണ്. ദാവീദിനെ തൻ്റെ സകല ശത്രുക്കളിൽ നിന്നും ദൈവം വിടുവിച്ചപ്പോൾ ദാവീദ് ചമച്ച സങ്കീർത്തനം എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലും അത് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം സകല ശത്രുക്കളിൽ നിന്നും ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് പലപ്പോഴും ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട്. ആ നിലവിളിച്ചതൊക്കെയും ദാവീദ് പറയുന്നു. അതിൻ്റെ 4-5 വാക്യം, സങ്കീർത്തനത്തിന് 4-5 വാക്യം വായിക്കുമ്പോൾ മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രഭാഗങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. ഒരു ദൈവഭക്തനായിരിക്കുന്ന ദാവീദിന് ഗിദെയോൻ ഒരിക്കൽ യുദ്ധത്തിന് പോയിട്ട് വന്നപ്പോൾ ചന്ദ്രക്കലകൾ കൊണ്ട് തപ്പയെടുത്ത് യഫതോദ് ഉണ്ടാക്കി. ആ യഫതോദിന് ദൈവത്തോട് ദർശനം ചോദിക്കാനാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാൽ ഗിദെയോൻ അത് ചെയ്തില്ല. പിൽക്കാലത്തിൽ ദാവീദിൻ്റെ കയ്യിൽ എപ്പോഴും ഈ യഫതോദുണ്ട്. ദാവീദ് എന്ത് കാര്യം ചെയ്താലും ദൈവത്തോട് ഒരു അരുളപ്പാട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. എവിടെയൊക്കെ ദാവീദ് അരുളപ്പാട് ചോദിക്കാതെ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ദാവീദ് ആല്യാസ്തോത്രം ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദ് ദൈവത്തോട് എപ്പോഴും അരുളപ്പാട് ചോദിക്കുന്നു. ഇവിടെ ദാവീദ് പറയുകയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രഭാഗങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. മരണത്തെ ആല്യാസ്തോത്രം നിങ്ങൾക്ക് ഹിന്ദു പുരാണം അറിയാമെങ്കിൽ ഒരു വാക്യമുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, കാലൻ മരിക്കാൻ സമയത്തിന് കാലൻ കയറുമായിട്ട് പോത്തിൻ്റെ പുറത്ത് വരും. ഈ പോത്തിൻ്റെ പുറത്ത് വന്നിട്ട് ഈ കയറുകൊണ്ട് നമ്മളെ ജീവനെ പിടിച്ചൊക്കെ കെട്ടി ഒരിക്കലും ഈ മൺകൂടാരത്തിൽ നിന്ന് ജീവൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിർബന്ധിച്ച് കാലൻ കെട്ടിയിട്ട് ഈ ജീവനെയും കൊണ്ട് പോയി യമധർമ്മൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് അവിടുത്തെ ന്യായവിധി എന്ന് പറയുന്നത് ശൂലങ്ങൾ നിർത്തിയിരിക്കും. ഈ ശൂലത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് അങ്ങിരുത്തും. ഈ ആത്മാവിനെ ശൂലത്തിൻ്റെ പുറത്തിരുത്തും. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് മുഴുവൻ എന്താണ്? ശൂലത്തിൻ്റെ പുറത്തിരുത്തുകയാണ്. ശൂലം നമ്മുടെ ആല്യാസ്തോത്രം പൊത്ത് കയറി അങ്ങ് പോകും. അങ്ങനെ ധർമ്മപുത്രരെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഒരു വാക്ക് തെറ്റ് പറഞ്ഞതിന്. എന്താണ് ധർമ്മപുത്രർ തെറ്റ് പറഞ്ഞതെന്ന് അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ധർമ്മപുത്രർ വിളിച്ചു അശുദ്ധാത്മാക്കി കുഞ്ചര. ഹല്ലേലൂയ. ദ്രോണരുടെ മകനായിരിക്കുന്ന അശുദ്ധാത്മാവ് മരിച്ചുപോയെന്ന് ദ്രോണര് അമ്പുമില്ലും താഴെ ഇട്ടു. ആ സമയത്ത് ആരടിച്ചു കൊടുത്തു ബില്ല്? അർജുനൻ ദ്രോണരുടെ നെഞ്ചത്ത് അമ്പ ചെയ്തു. ദ്രോണർ മരിച്ചു. പക്ഷെ മരിച്ചാൽ അശുദ്ധാത്മാവല്ല. ആരാ മരിച്ചത്? ആന. അശുദ്ധാത്മാവെന്ന് പറയുന്ന ആനയാണ്. ഈ ഒരൊറ്റ കള്ളം പറഞ്ഞതിനാണ്
ധർമ്മപുത്രരെ കൊണ്ടുവന്ന് എന്ത് ചെയ്തത്? ശൂലത്തിൽ ഇരുത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ എത്ര ശൂലത്തിൻ്റെ പുറത്തിരുത്തണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദാവീദ് പറയാണ്, മരണത്തിൻ്റെ പാശങ്ങൾ എന്നെ കെട്ടി, അഗാധ പ്രവാഹങ്ങൾ, ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത തിരമാല കൊണ്ട് എന്നെ മൂടി. ഞാൻ എന്ത് ചെയ്യില്ല ഇനി ഒരിക്കലും. പുറത്തു വരാൻ കഴിയാത്ത തിരമാലകൾ, ആഴത്തിലുള്ള തിരമാലകൾ, പുറത്തുള്ളതല്ല, ആഴിയിലുള്ളതാണ്. ചുഴി മൂടിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ പാതാളപാശങ്ങൾ, അതായത് പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്ന കയറുകൊണ്ട് എന്നെ കെട്ടപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. മരണത്തിൻ്റെ കെണിയും എന്നെ തുടർന്ന് പിടിച്ചു. കാരണം തൻ്റെ കൂട്ടത്ത് നിൽക്കുന്ന ജനം മുഴുവനും തന്നെ കല്ലെറിയാൻ കല്ലെടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഒറ്റ അക്ഷരം നീ മിണ്ടിയാൽ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലും. താൻ രക്ഷിച്ച, താൻ ആഹാരം കൊടുത്ത, താൻ സംരക്ഷിച്ച ജനം മുഴുവനും അവരുടെ ഭാര്യയെ ഓർത്ത്, അവരുടെ മക്കളെ ഓർത്ത് ദാവീദിൻ്റെ നേരെ കല്ലെറിയാൻ കല്ലെടുത്തു. ഇന്നും അത് തന്നെയാണ്. തങ്ങളുടെ കുടുംബങ്ങൾ വരുമ്പോൾ ദൈവമില്ല, ദൈവവിശ്വാസമില്ല, സഭയില്ല. എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്, എൻ്റെ ഭാര്യയാണ് വലുത്, എൻ്റെ മക്കളാണ് വലുത്, സഭയല്ല, ദൈവമല്ല എന്ന് ചിന്തിച്ച് കല്ലെറിയാൻ നിൽക്കുന്നവർ. ദാവീദിൻ്റെ ഭാര്യയെ 10 ഭാര്യയും 10 മക്കളും നഷ്ടപ്പെട്ടു. ആ വേദനയിൽ കരയാൻ പോലും ശക്തിയില്ലാതെ ദാവീദ് വിലങ്ങഴിച്ച് നിൽക്കുമ്പോഴാണ് ദാവീദിൻ്റെ കൂട്ടത്തുള്ള 400 പേർ കല്ലെടുത്തത്. കാരണം അവരുടെ വീട് കത്തി, അവരുടെ വീടുകൾ, അവരുടെ ഭാര്യയെ പിടിച്ചോണ്ട് പോയി, അവരുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോയി. അവർക്ക് അവരുടേതായ വിഷയമാണ് വലുത്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിന് കാര്യം ഇതാണ്. മനസ്സിലായില്ലേ? ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു, വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്, പ്രവൃത്തി കൊണ്ടല്ല. വാക്യവും പറഞ്ഞു തന്നു അല്ലേ? 1 യോഹന്നാന്റെ പുസ്തകം 3:18. നാം പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നത് വാക്കുകൊണ്ടും നാക്കുകൊണ്ടും, പ്രവൃത്തി കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നില്ല. എന്നെ ഇപ്പോൾ ഒരാൾ ഒരു അടി അടിച്ചു, ഞാൻ ക്ഷമിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ ഒരു പാസ്റ്റർ ആയതുകൊണ്ട്. എന്നാൽ എൻ്റെ ഉള്ളം എന്ത് ചെയ്യുന്നില്ല? ക്ഷമിക്കുന്നില്ല. എൻ്റെ ഉള്ളം പ്രതികാരത്തിന് വേണ്ടി വാഞ്ചിക്കുന്നു. കർത്താവേ, എന്നെ അടിച്ചു, ഇവ അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ വീട്ടിൽ എത്തരുതെന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. പുറമേ എന്ത് ചെയ്യാണ്? നീ അടിച്ചോടെ എന്ന് പറഞ്ഞ്. ഇതൊരിക്കലും ദൈവം എന്ത് ചെയ്യുന്നില്ല, നമ്മളോട് ക്ഷമിക്കില്ല. അടിച്ചവനോട് ചിലപ്പോൾ ക്ഷമിക്കും. നിന്റെ ഹൃദയത്തിനകത്തൊന്നും പുറത്ത് മറ്റൊന്നും. മനസ്സിലായില്ലേ? ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിനകത്ത് എന്തുണ്ട്? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രശ്നം വന്നാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് കളയണം. എന്തായിക്കൊണ്ട് പോട്ടെ, നമുക്കുള്ളതല്ല, നമ്മുടെ വിഷയമല്ല, അങ്ങ് വിടുക. നമ്മൾ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. അല്ലെ? യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു ചെറിയ വാക്യങ്ങളൊന്ന് വായിച്ച്, 1 തൊട്ടൊന്ന് വായിച്ചേ, സ്ഫുടതയോടെ വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളിൽ ശണ്ഠയും ദൈവമക്കളുടെ ഇടയിൽ അല്ല, 1-ാമത്തെ ആല്യാസ്തോത്രം ചെയ്യുന്നു. സിനഗോഗിലെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രേഷ്ഠനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറയുകയാണ്,
നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന് വന്നു? കണ്ട, ദൈവമക്കളിൽ ശണ്ഠ വരുന്നത് അവർ അവയവങ്ങളിൽ ഉള്ളതാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിക്കുമ്പോഴും ഇച്ഛിക്കാത്ത തിന്മ എൻ്റെ ജീവിതത്തിൽ കയറി വരുന്നു. അത് ഞാനല്ല ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പാപം. എന്നിലൊരു പാപം വസിക്കുന്നുണ്ട്, എൻ്റെ അവയവത്തിൽ ഒരു പാപം വസിക്കുന്നുണ്ട്, എൻ്റെ ചുണ്ടുകളിൽ പാപം വസിക്കുന്നുണ്ട്, എൻ്റെ കണ്ണുകളിൽ പാപം വസിക്കുന്നുണ്ട്. ഈ പാപമാണ് എൻ്റെ അവയവത്തെ കീഴടക്കി കളയുന്നു. അതുകൊണ്ട് ഞാൻ അരിഷ്ട മനുഷ്യനായി മാറുന്നു. പൗലോസ് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഈ മരണത്തിൽ നിന്ന് എൻ്റെ ശരീരത്തെ ആർ വിടുവിക്കും? ഈ പാപം കടന്നപ്പോൾ എൻ്റെ ശരീരം എങ്ങോട്ട് പോവുകയാണ്? മരണത്തിലേക്ക് പോവുകയാണ്. എന്നെ ആർ വിടുവിക്കും? അതിന് കാര്യം എന്താ? അടുത്ത പൗലോസ് പറയുന്ന വാക്യം ഇങ്ങനെയാണ്, എൻ്റെ അവയവങ്ങളിൽ ബുദ്ധിയോട് പോരാടുന്ന ഒരു പ്രമാണം കാണുന്നു. ആത്മാവിലുള്ള പ്രമാണമല്ല, പിന്നെയോ ബുദ്ധിയിലുള്ള പ്രമാണം. കുറെ ആടി തുള്ളിയാൽ എല്ലാം ആയെന്നാണ് നമ്മളെ കണക്കൂട്ടൽ. ഇല്ല പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ബുദ്ധിയിൽ നീ ദൈവത്തെ ആരാധിക്കരുത്, ബുദ്ധിയിൽ നീ ദൈവത്തെ അന്വേഷിക്കരുത്. ഒരിക്കലും നിന്റെ ബുദ്ധിയിൽ ദൈവത്തെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. ഒരിക്കലും നിന്റെ ബുദ്ധിയിൽ ദൈവത്തെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ കഴിയില്ല. വായിച്ചാൽ കണ്ട, അവയവങ്ങളുടെ മോഹത്തിൽ കൊണ്ടുവന്ന് ദൈവത്തോട് യാചിച്ചാൽ എന്ത് ചെയ്യില്ല? ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും പ്രാപിക്കാൻ പോണില്ല. അടുത്ത കണ്ട, കൊല്ലുന്നു, അസൂയപ്പെടുന്നു, കൊല്ലുകയാണ്. മോഹം വന്നു കഴിഞ്ഞാൽ മറ്റൊരുത്തനെ കൊല്ലുകയാണ്, അസൂയപ്പെടുകയാണ്. ഞാൻ പറയാം, അസൂയ വന്നാൽ നമ്മുടെ ഏത് അവയവത്തെ കയറി പിടിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പിണങ്ങരുത്, അസ്ഥികളെ കയറി പിടിക്കും. അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടാകും. കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, നട്ടല് വേദന, മുട്ടുവേദന ഒക്കെ ഉണ്ടാവും. മനുഷ്യനാണെങ്കിൽ ഓർത്തോ, എന്ത് സംഭവിച്ചിട്ടാണ് തുടക്കം ദൈവം ഇട്ടത്? അസൂയ. അപ്പം ആ അസൂയ വന്നപ്പോൾ പിശാചങ്ങ് കയറി. ഇപ്പം എന്ത് ചെയ്യണില്ല? നമ്മൾ വിടാൻ ശ്രമിച്ചിട്ടും പിശാച് എന്ത് ചെയ്യണില്ല? വിടുന്നില്ല. പിടികിട്ടിയ? അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം. വ്യക്തമായിട്ട് സദൃശവാക്യം 14:30 എഴുതിയിട്ടുണ്ട്. വായിച്ചോ? അല്ല, കലഹിക്കുന്ന സമയം എഴുതിരുന്ന പ്രാർത്ഥികര്, ഭാര്യയും ഭർത്താവും കൂടെ കുറ്റങ്ങൾ പറയുന്ന സമയം പ്രാർത്ഥികര. ഇല്ലെങ്കിൽ ഒന്നും കിട്ടൂല ദൈവത്തിൽ നിന്ന്. തമ്മിൽ കുറ്റം പറയുമ്പോഴേ, ഏതൻ തോട്ടത്തിൽ നടന്ന ആദ്യത്തെ സംഭവം, കുറ്റം പറയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാം, ഒരുവനെ ശിക്ഷിച്ചാൽ അതിനേക്കാൾ അണയ്ക്കണം, സ്നേഹത്തിൽ അണയ്ക്കണം. മക്കൾക്കൊരു അടി കൊടുത്താൽ അടിക്ക് കിട്ടുന്ന വേദനയേക്കാൾ അവരെ സ്നേഹിക്കണം നമ്മൾ. അപ്പോൾ മാത്രമേ ആ മക്കൾ നമുക്ക് ഉപകാരമാകൂ. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് സ്നേഹിക്കാൻ അറിഞ്ഞൂടല്ല. അടുത്ത പേര് വല്ലാതെ ഭോഗങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ഇച്ഛകൾക്ക് ചെലവിടാൻ എത്ര തരം വീടുണ്ട്? വൈക്കോലിൽ, പുല്ലിൽ, ഓടിൽ, ഇതൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതല്ലേ.
നമ്മളടുത്ത് വൈക്കോലിലാണ് കിടക്കാൻ പറയണത്. നമ്മൾ പറയണ ഓടിലേ കിടക്കുള്ളത്. അതിമോഹമല്ലേ? ആ വ്യക്തി യാചിച്ച വല്ലതും കിട്ടുമോ? പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമുട്ടാ വരെ. കണ്ട, ലോകസ്നേഹം, ലോകത്തിൽ എനിക്ക് ഇന്നത് വേണം, ലോകത്തിൽ ഞാൻ പ്രൗഢിയുള്ളവനായിരിക്കണം, ലോകത്തിൽ ഞാൻ അങ്ങനെ ചെയ്യണം, ലോകത്തിൽ എന്നെ ആരും ഇൻസൾട്ട് ചെയ്യരുത്. ഇത് ദൈവത്തോട് ശത്രുത്വം. നമ്മൾ ദൈവത്തോട് ശത്രുത്വം വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ലഭിക്കുമോ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. എനിക്കിന്നതുണ്ടെന്ന് കാണിക്കാൻ. പ്രിയ ദൈവമക്കളെ, അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നീ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലായി ജീവിക്കണം. ഞാൻ പറഞ്ഞു, നന്മ തിന്മകളുടെ വൃക്ഷം എന്തിന് ഏദൻ തോട്ടത്തിൽ വെച്ചു എന്ന് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു. എന്തിനാ? ദൈവമക്കൾ ഒരിക്കലും നന്മയും അറിയരുത്, തിന്മയും അറിയരുത്, നിഷ്കളങ്കരായിരിക്കണം. നമ്മളെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞ്, ഇപ്പോൾ അതാ സിയെ ഇരിക്കുന്നു, അബിയെ ഇരിക്കുന്നു, ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇവരെ എല്ലാ കാര്യവും ആര് തന്നെ നിയന്ത്രിക്കണം? അമ്മയും അപ്പനും. അതേസമയം അനഘയെ അത്രത്തോളം സന്ധ്യ ശ്രദ്ധിക്കുമോ? അല്ലെങ്കിൽ ആശിഷ് ശ്രദ്ധിക്കുമോ? കാര്യം അവൾക്ക് എന്തായി കഴിഞ്ഞു. അപ്പം ഒരിക്കലും ദൈവമക്കൾ ദൈവത്തിൻ്റെ കീഴിലിരിക്കണം. നന്മയറിഞ്ഞ് തിന്മയറിഞ്ഞ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ അവർ പഠിക്കരുത്. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇവരെ എത്ര വലുതായിരുന്നാലും ദൈവം ഇവരെ വഴി നടത്തണം. പക്ഷേ ദൈവമക്കൾ ആദവും ഹവ്വയും ആ നന്മ പ്രാപിക്കരുതെന്ന് ചിന്തിച്ച പിശാച് എന്ത് ചെയ്തു? നന്മയും പറഞ്ഞു കൊടുത്ത് തിന്മയും. അതോടെ അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കണം, അങ്ങനെ ചെയ്താൽ നന്മയല്ലേ, ഇങ്ങനെ ചെയ്താൽ നന്മ വരുമോ? ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദോഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സിലായല്ലേ? ഏറ്റവും കൂടുതൽ ദോഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ വിഷയം വന്നപ്പോൾ ദാവീദ് തൻ്റെ കഷ്ടതയിൽ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. മറ്റുള്ളവരെ പോലെ ദാവീദ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. ചാടി വീഴുന്നൊരു തീരുമാനം എടുക്കാൻ അല്ല. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം ഒന്നെടുത്ത് അതിൻ്റെ ഹല്യാസ്തോത്രം ചെയ്യുന്നു. 5-6 വാക്യം വായിച്ചേ. അല്ല, അതിൻ്റെ ഹാല്യാസ്തോത്രം ചെയ്യുന്നു. ദാവീദിനെ അവരെല്ലാവരും കൂടെ എറിയാൻ 1 തൊട്ട് വായിച്ചോല്ലേ. ആ ആകീഷ് ദാവീദിന് താമസിക്കാൻ കൊടുത്ത സിഗ്ലായിയുടെ ദേശം അമാലേക്യർ എന്ത് ചെയ്തു? ചുട്ടുകളഞ്ഞു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ദാവീദിൻ്റെ ഭാര്യയെയും മക്കളെയും സിഗ്ലായിൽ താമസിച്ചിരിക്കുന്ന ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നവരുടെ ഭാര്യയും മക്കളെയൊക്കെ എന്ത് ചെയ്തു? പിടിച്ചോണ്ട് പോയി. ആരെയും കൊന്നില്ല. കണ്ട, ഉറക്കെ കരഞ്ഞു. കണ്ട, ജനത്തിന് ദാവീദ് വളരെ കഷ്ടത്തിലായി.
പക്ഷെ മറ്റ് ജനത്തിൻ്റെ താന്താൻ്റെ പുത്രിമാരെയും താന്താൻ്റെ ഭാര്യയെയും താന്താൻ്റെ മക്കളെയും കുറിച്ചാണ് അവരൊരിക്കൽ ചിന്ത. ആലയത്തിൽ വന്നിട്ട് ഈ ചിന്തയിൽ പോകുന്നതാണ് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കാത്തതിന് കാരണം. ഈ ചിന്ത, അയ്യോ എൻ്റെ നമ്മളെ കൂട്ട് വിശ്വാസി ഇത്രയും കഷ്ടതയിലിരിക്കുന്നു, അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സില്ലല്ലോ. കാര്യം നമ്മളെ വിഷയം തീർന്നിട്ടല്ലേ മറ്റൊരാളെടുക്കേണ്ടത്. എനിക്ക് വയറ് വെച്ചിട്ടല്ലേ ഞാൻ മറ്റൊരാളിനെ കൊടുക്കേണ്ടത്. ഈ ചിന്ത ഇവിടെ ദാവീദിൻ്റെ കൂട്ടത്തുണ്ടായിരുന്നവർക്കും ഉണ്ടായി. വായിച്ചോ, നോക്കണമേ, ദാവീദിൻ്റെ 10 മക്കളെ കൊണ്ടുപോയി, അത് കുഴപ്പമില്ല. ഇപ്പം ദാവീദിനെ കല്ലെറിയാനാണ് എല്ലാവരും കൂടെ കല്ലെന്ത് ചെയ്തത്, എടുത്തത്. ദാവീദാണോ തെറ്റുകാരെ? നിന്റെ വീട് സൂക്ഷിക്കേണ്ടത് നീ ഇല്ലേ? ഇവർക്ക് പറഞ്ഞൂടെ, ഞങ്ങൾ യുദ്ധത്തിനൊന്നും പറഞ്ഞില്ല, ഞങ്ങളെ വീട് നോക്കണം, ഞങ്ങളെ ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലിരുന്നൂടെ ആയിരുന്ന? ദാവീദിനോട് യുദ്ധത്തിന് ഒരു പോയെന്തിന്? വല്ലവനും വേണ്ടി? ആഗീസിന് വേണ്ടിയല്ലേ ഒരു യുദ്ധത്തിന് പോയത്? അവർക്ക് വേണ്ടിയാണോ? എന്നിട്ട് ദാവീദിനെ കല്ലെറിയാൻ എടുത്തു. ദാവീദ് ഉടനെ ദൈവത്തോട് ചോദിച്ചു. വായിച്ചേ, കണ്ടാ? ഹല്ലേലൂയ. ആര് കല്ലെറിയാൻ വരട്ടെ, ആര് നിന്നെ നിന്ദിക്കാൻ വരട്ടെ, ദൈവവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ നിന്നെ ഏത് കഷ്ടതയിലും ധൈര്യപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം നിന്റെ അടുക്കൽ വരും. ഏത് കഷ്ടതയിലും ഏത് പ്രതികൂലത്തിലും നിന്റെ അടുക്കലെത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമുക്ക് ദാവീദ് ഇവിടെ കഷ്ടതയിലായപ്പോൾ ദൈവത്തിൽ അവൻ ധൈര്യപ്പെട്ടു. ദൈവത്തിൽ അവൻ ധൈര്യപ്പെട്ടു. അടുത്ത് യഹോവ ഇവിടെ കൊണ്ടുവരിക. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ദൈവത്തോടൊരു ആലോചന ചോദിക്കണം. കഷ്ടതയിൽ അവൻ ദൈവത്തിൽ ധൈര്യപ്പെട്ടിട്ട് പറയുകയാണ്, യഹോവ ഇവിടെ കൊണ്ടുവരിക, എനിക്ക് ദൈവത്തോടൊരു ആലോചന ചോദിക്കണം. ആ ചോദിച്ചത് ഇങ്ങനെയാണ്, ആ പരീക്ഷകളെ ഞാൻ പിന്തുടരണമോ? ദൈവം എന്ത് മറുപടി പറഞ്ഞു? വായിച്ചേ. ഈ പരീക്ഷ, അതായത് വലതു ഭാഗത്ത് നിന്ന് തള്ളുന്ന, ഉന്തിക്കളയുന്ന, പ്രാണനോട് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ ഞാൻ പിന്തുടരണമോ? പരീക്ഷ എന്ന് പറയുന്ന വാക്ക് രണ്ടിടത്തേ ഉള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ലും അല്ല ഇവിടെയേ ഉള്ളൂ. അതായത് വലതുഭാഗത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവന്, പ്രാണന് അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശത്രു. ഈ ശത്രുവിനെ ഞാൻ പിന്തുടരണമോ? അതായത് എൻ്റെ ഭാര്യയും മക്കളും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനാണ്. എന്നെ അഭയം പ്രാപിച്ചിരിക്കുന്ന 400 വ്യക്തികൾ എൻ്റെ പ്രാണനാണ്. അവരിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. ഇവരെ ഞാൻ പിന്തുടർന്നാൽ എനിക്ക് അവരെ തിരിച്ചു കിട്ടുമോ? ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്. വായിച്ചോ. നോക്കണമേ, പിന്തുടരുക. നീ മടുത്തു പോകണ്ട. നിന്റെ ഈ പ്രതികൂലത്തിൽ നീ ക്ഷീണിച്ചു പോകണ്ട. നിന്റെ ഈ കഷ്ടതയിൽ നീ തളർന്നു പോകണ്ട. നീ ഒന്ന് മുമ്പോട്ട് ചലിയില്. നിന്നെ പിറകോട്ട് പോകാനല്ല ഞാൻ വിളിച്ചത്, നീ മുമ്പോട്ട് പോകാൻ. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുക്കുമ്പോഴും ദൈവത്തിന് പറയാനുണ്ട്, ഈ വെള്ളത്തെ നോക്കി നീ ഭയപ്പെടരുത്, ഇതിൽ കൂടെ വഴി തുറക്കാൻ ഞാൻ ശക്തനാണ്. ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ, നീ പിറകോട്ട് പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനങ്ങളിൽ 4 ഭാഗത്ത്, പുറപ്പാട് പുസ്തകത്തിൽ 3 ഭാഗത്ത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 4 ഭാഗത്ത് ചെങ്കടൽ എങ്ങനെ വിഭജിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്.
ദൈവം ഏതൊക്കെ രീതിയിൽ വിഭജിച്ചു എന്ന് ആകമൊത്തം 11 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഒരിടത്ത് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, വെള്ളത്തെ താഴ്ത്തി കളഞ്ഞിട്ട് ദൈവം ഒരു കോൺക്രീറ്റ് ചെയ്തു കൊടുത്തതാ. വെള്ളത്തെ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? താഴ്ത്തി കളഞ്ഞു. അതിൻ്റെ മീതെ ചെരുപ്പ് നനയാതെ ദൈവം അവരെ അക്കരെ എത്തിച്ചെന്നു. നിങ്ങൾ മനസ്സിലായ? എടാ, വെള്ളത്തെ കണ്ട് നീ ഭയന്ന് നിന്നെങ്കിൽ നിനക്കൊരിക്കലും അപ്പുറം കടക്കാൻ കഴിയില്ല. നീ ഇപ്പുറത്ത് നിൽക്കും. ഭയമല്ല നിനക്ക് വേണ്ടത്. ദൈവമാണ് എന്നെ വിളിച്ചത്. എൻ്റെ മുമ്പേ ദൈവം പോകുന്നു. ആ ദൈവത്തിനെ പിന്തുടരാൻ നിന്റെ മനസ്സുറയ്ക്കണം. പിന്തുടരാൻ മനസ്സുറയ്ക്കണം. ഹല്ലേലൂയ സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച എല്ലാവർക്കും ദൈവം ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആസ രാജാവായപ്പോൾ ആസയ്ക്ക് പ്രതികൂലമായ ശത്രു സൈന്യങ്ങൾ വളഞ്ഞപ്പോൾ കാണാം ആസയേക്കാൾ ശത്രു സൈന്യം വലുതാ. ആസ കയറി ദൈവത്തോടൊരൊറ്റ പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ചത്? ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ ബലഹീനനെ സഹായിപ്പാൻ നീ വരണം. 1, യഹോവേ, മർത്യൻ നിന്റെ മുമ്പിൽ പ്രബലനാകരുത്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ശത്രു ജയിച്ചാൽ മനുഷ്യൻ ജയിച്ചു. അതൊരിക്കലും ദൈവമേ അനുവദിക്കരുത്. ആസ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആസയ്ക്ക് വൻ വിജയം കൊടുത്തിട്ട് ആസയോട് പ്രവാചകൻ വന്ന് പറഞ്ഞ ഒരു വാക്കൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആസയോട് പ്രവാചകൻ പറഞ്ഞ ഒരു ദൂത്, നിനക്ക് ഞാൻ വിജയമൊക്കെ തന്നു, പക്ഷേ 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം അതിന് 2-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം. ആസയും എല്ലാ യഹൂദരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾക്കണം. ദൈവത്തോട് നിങ്ങൾ കൂടെ ഇരിക്കുന്നു എങ്കിൽ ഒരു അനർത്ഥവും നിങ്ങൾക്ക് വരികയില്ല. അന്വേഷിക്കുന്നു എങ്കിൽ കണ്ടെത്തും. അവനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങളെയും ഉപേക്ഷിക്കും. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്നില്ല എങ്കിൽ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കും. ഇന്ന് 90% ദൈവമക്കളുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ ജോലി ഉണ്ടായിരുന്നവരാണ് ഇവിടെയൊക്കെ ഉള്ളത്. സർക്കാർ ബോണസ് തരും. ഈ ബോണസ് തരുമ്പോൾ അർഹിക്കാത്ത നന്മ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ആ ബോണസുമായിട്ട് ദൈവാലയത്തിൽ പറഞ്ഞവർ എത്ര പേരുണ്ട്? അർഹിക്കാത്ത നന്മയാണ് എനിക്ക് തന്നത്. അതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്നവർ എത്രയുണ്ട്? രാമേന്ദ്രയിൽ പോണവർ എത്രയുണ്ട്? പോത്തീസിൽ പോണവർ എത്ര പേരുണ്ട്? ദൈവത്തെ ഉപേക്ഷിച്ചാൽ വലിയ കാലം നീ വായിക്കൂല. പിടികിട്ടിയാ നിങ്ങൾക്ക്? ദൈവത്തോട് അടുത്തിരിക്കുന്ന സമയം ദൈവം നിങ്ങളോട് അടുത്തിരിക്കും. ഉപേക്ഷിക്കുന്നു എങ്കിലോ അവനും നിങ്ങളെ ഇന്ന് പലർക്കും പറ്റിക്കിടക്കുകയാണ്. അർഹിക്കാത്ത നന്മകൾ കയ്യിൽ വരും. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും. അവർക്ക് എന്തെങ്കിലും അർഹതയുള്ളതാണോ? ഉണ്ടോ? ഭർത്താവ് ജോലി ചെയ്തെങ്കിൽ ഭർത്താവിന് കിട്ടും, അപ്പൻ ജോലി ചെയ്തെങ്കിൽ അപ്പന് കിട്ടും. അർഹിക്കാത്ത നന്മ വായിച്ചാൽ ദൈവത്തെ തിരിഞ്ഞു നോക്കാത്ത ജനത്തെ എന്തിന് ദൈവം തിരിഞ്ഞു നോക്കണം? പ്രൈസ് ദി ലോർഡ്. ആസയോടൊരു വൻ ദൂതാവെന്ന് പറഞ്ഞത്, ദൈവത്തെ ഉപേക്ഷിക്കുന്നു എങ്കിൽ അവനും നിങ്ങളെ ഉപേക്ഷിക്കും.
ദൈവത്തോട് അടുത്തിരിക്കുന്നെങ്കിൽ അവനും നിങ്ങളെ കൈവിടില്ല. അടുത്തിരിക്കാത്ത ജനം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, പോങ്ങമൂട് സഭയിലെ വിശ്വാസികളെ പോയിട്ട് വേറെ ഒരു വിശ്വാസികളെ ഞാൻ കണ്ടിട്ടില്ല. സത്യം. അവിടെ പാറത്തൊഴിലാളികളും പെയിൻ്റ് അടിക്കുകാരും ഒക്കെയാണ്. അവർക്ക് ബോണസ് കിട്ടുന്ന സമയത്ത് ആദ്യം അവർ പറഞ്ഞത് ആലയത്തിലാണ്. ഒരു കവർ, ഓരോ വിശ്വാസിയുടെ കയ്യിലും ഓരോ കവർ പാല് കാണും, കുറേ മുറുക്കും കാണും. അവരാദ്യം കഴിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് ചായ ഇട്ട് ആ മുറുക്ക് നമ്മളവിടെ ഇരുന്ന് ഭക്ഷിച്ച് ഞങ്ങൾക്കും ഒരു സന്തോഷം, അവർ നമ്മളെ തേടി വന്നല്ലോ എന്ന്. പിന്നീടുള്ള ഒരു സഭയിലുള്ളവരും ബോണസ് കിട്ടിയാൽ എവിടെ ഓടും? കുടുംബസംഗമം, ബന്ധുക്കളെ വീട്. അത് ആ അനുഭവം തന്നെ അവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം പണിയായിട്ട് കൊടുത്തിട്ടുമുണ്ട്. കാര്യം ഇവിടെ ദാവീദ് പറയുന്നത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, ഞാൻ എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. ഈ നിലവിളി എവിടെ നിന്നാണ് കേട്ടത്? അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന്. അപ്പം എവിടെയാണ് നിലവിളി കേൾക്കുന്നത്? എടാ, ആ മന്ദിരത്തെ ഉപേക്ഷിച്ച നിലവിളിയുണ്ടോ? നിലവിളിക്ക് മറുപടിയുണ്ടോ? ആദ്യം മന്ദിരത്തിലെത്തി. അവിടെ ഒരാളിരിപ്പുണ്ട്. 115 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവം വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അവൻ തൻ്റെ വഴികളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു.